ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ലഞ്ച് ബാഗാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. വീട്ടിലുള്ള ചെറിയ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലുള്ള റബ്ബർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇതുപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് ക്രോസ് ആയിട്ട് ലൈൻസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. റബ്ബർ ഷീറ്റിന് പകരം നിങ്ങൾക്ക് പേപ്പർ ക്യാൻവാസോ അല്ലെങ്കിൽ നമ്മൾ ഷർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലോത്ത് ക്യാൻവാസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റോ അല്ലെങ്കിൽ 2-3 ലെയർ തുണി തന്നെ വെച്ചാലും കുറച്ച് കട്ടിയൊക്കെ കിട്ടാവും. അപ്പൊ ഇതിന്റെ നീളവും വീതിയും വരുന്നത് 19 ഇഞ്ചും 22 ഇഞ്ചും ആണ്. ഇനി നമുക്കിത് 4ആയിട്ട് മടക്കി എടുക്കണം. ആദ്യം നമ്മുടെ ഈ ഒരു 19 ഇഞ്ച് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ മടക്കി എടുക്കുന്നത്. അതിനുശേഷം അതൊന്നും കൂടി നടുവിലൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഫുൾ ഫോൾഡ് വരുന്ന ഒരു ഭാഗവും പിന്നെ ബാക്കി എല്ലാ ഭാഗവും ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഫോൾഡ് വരുന്ന ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത് മാറിപ്പോവാനേ പാടില്ല ട്ടാ. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഫോൾഡ് വരുന്ന ഭാഗത്തിന് മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ 4 ഇഞ്ച് തന്നെ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊരു ലൈനാക്കി വരക്കാം. ഇതിലുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക, എന്നെങ്കിലേ ബാഗിന് അതിൻ്റെതായ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ലൈനാക്കി വരച്ചു കൊടുത്തതിന് ശേഷം അവിടെ നമുക്കൊരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ദാ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചിറക് പോലെ വരുന്ന ഭാഗമാണ് നമ്മുടെ ആ ബാഗിന്റെ സൈഡായിട്ട് വരിക. ഇനി നമുക്ക് ഇതിന് സിബ് വെച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗം മുറിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു കോർണർ ഇതുപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ മറ്റേ സൈഡും ഇതേപോലെ കോർണർ വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ 2 മാർക്കിങ്ങിന്റെ അവിടുന്ന് നമുക്ക് ഇതുപോലെ ടാപ്പ് വളച്ച് പിടിച്ചിട്ട് അതിന്റെ അളവ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പം ആ കിട്ടുന്ന അളവാണ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ട പീസിലേക്ക് വേണ്ടുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ റബ്ബർ ഷീറ്റ് തന്നെയാണ് എടുക്കുന്നത്. ആ റബ്ബർ ഷീറ്റിലേക്ക് നമുക്കിപ്പം അളന്നിട്ട് കിട്ടിയ ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ വീതിയായിട്ട് നമുക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 5 ഇഞ്ച് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചിറക് പോലത്തെ സംഭവമില്ലേ, അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് 2.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അത് നിവർത്തിയിട്ട് വരുമ്പോൾ 5 ഇഞ്ചായിട്ട് കിട്ടും. അപ്പൊ ഇതുപോലെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നിങ്ങൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയിരുന്നു. നമ്മൾ സിബ് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു സിബിന്റെ തയ്യൽ തുമ്പ് പോയി കിട്ടും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ പീസ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും റബ്ബർ ഷീറ്റും വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെന്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ സിബ് എടുക്കാം. സിബ് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടാക്കി ഇങ്ങനെ പിരിച്ചിട്ടിട്ട് നമ്മുടെ തുണിയുടെ നല്ല വശത്തേക്ക് സിബിന്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സിബ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ദാ സിബ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു സിബ് ബാക്കിലേക്ക് ആക്കി കൊടുത്തിട്ട് അതൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഞാൻ 2 റണ്ണർ എടുത്തിട്ടുണ്ട്, 2 ഭാഗത്തേക്കും തുറക്കുന്ന രീതിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു റണ്ണർ ഈ ഒരു സിബിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ റണ്ണറൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ബാഗ് എടുക്കാം. നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സെന്ററിൽ നിന്ന് 2 വശത്തേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ സ്ട്രാപ്പിനായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള സ്ട്രാപ്പാണ് വാങ്ങിയിട്ടുള്ളത്. 15 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇതില്ലോണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നതാണ്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ബലത്തിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സിബിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ സിബ് ആ ഒരു മുറിക്കുന്ന സമയത്ത് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടാത്തത് കൊണ്ടാണ് എനിക്കിവിടെ കുറച്ച് ഭാഗം കുറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനത് ഈ ഒരു സിബിൻ്റെ ആ ഒരു ഇതിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മുകളിലേക്കുള്ള വീതി കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചുറ്റോട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സിബ് ഇതുപോലെ തുറന്നു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉൾഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ലഞ്ച് ബാഗൊക്കെ റെഡിയായി. കോർണേഴ്സൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈ ഒരു ലഞ്ച് ബാഗ് റെഡിയാക്കി എടുക്കാൻ പറ്റിയല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുള്ളായി തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.